വനിതാ ലീഗിൽ നിന്ന് ഒരാളില്ല എന്ന് പറയുന്നതിൽ ഒരു ന്യായമില്ലേ? അല്ല, അത് പിന്നെ ഈ പറയുന്നതിലൊന്നും ഒരു ന്യായക്കേടുമില്ല. പക്ഷെ ഞങ്ങൾക്കാകെ ഉള്ളത് 27 സീറ്റല്ലേ. അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വേണമല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കുന്നതിന് ഒരുപാട് ഘടകങ്ങളുള്ളത് കൊണ്ട് അതുകൂടി നോക്കിയിട്ടാണല്ലോ. അപ്പോൾ അവിടെ ചിലപ്പോൾ അവർക്കൊക്കെ നല്ല അർഹത ഉണ്ട്. പിന്നെ അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് സീറ്റ് കൊടുത്തത്. അപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് അത് അതിലൊതുങ്ങും. വേറെ പലതും എന്തിനും അവർ ഫിറ്റാണ്, അവരൊക്കെ ഫിറ്റാണ്. അത് ഇപ്പോൾ പാർട്ടി അത് പരിഗണിച്ചിട്ടുണ്ട്, ഇനിയും പരിഗണിക്കുകയും ചെയ്യും. മത്സരിക്കാനുള്ള സീറ്റ് ഞങ്ങൾക്ക് വളരെ കുറവല്ലേ. അതിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ 2 ആളെ കൊടുത്തു. അതുപോലെ തന്നെ എല്ലാ ജനവിഭാഗങ്ങളെയും നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജാതിമത വ്യത്യാസമില്ലാതെ കൊടുക്കുന്നുണ്ട്. എല്ലാം നോക്കി ഞങ്ങൾക്കുള്ള സീറ്റ് കൊണ്ട് ഉള്ളത് ഓഹരി വെക്കുക എന്ന് പറഞ്ഞില്ലേ, അതാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷേ അവർക്കൊക്കെ വേറെ അവസരം കൊടുക്കും. ഫാത്തിമ തെഹ്ലിയ ലീഗിലെ ഒരു ഉറച്ച ശബ്ദമാണ്. ഇപ്പോൾ നമ്മുടെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന നല്ല മിടുക്കിയ ആളാണ്. പക്ഷേ ഫാത്തിമ തെഹ്ലിയയുടെ സ്ഥാനാർത്ഥിത്വത്തിലും ഈ പറഞ്ഞ ഒരു ആരോപണമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയായിട്ടാണോ വന്നിരിക്കുന്നത് ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതെത്ര ബാലിശാണ്. കാരണം അവർ ഒരു കോർപ്പറേറ്റ് കൗൺസിലറല്ലേ. ഇപ്പോൾ ഏത് കാലത്ത് പാർട്ടിയിൽ വർക്ക് ചെയ്ത, പിന്നെ MSFിലൂടെ വന്നതല്ലേ. ഈ പറയുന്നവന് എന്തെങ്കിലും ഒരു പിന്നെ അടിസ്ഥാനം വേണ്ടേ? ഒരു കാര്യമില്ല. അപ്പോൾ അതൊന്നും ഒരു ഘടകേ അല്ല. മറ്റൊരു പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാൾക്കും ഞങ്ങൾ ഇത്തവണ അങ്ങനെയുള്ള ഒരു നിലക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ സീറ്റോ ഇല്ല. പാർട്ടിയുടെ ഇപ്പം ജയന്തി രാജൻ പാർട്ടിയുടെ വരവയ്യാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പാർട്ടിയുടെ കോടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളുകളൊക്കെ 100% പാർട്ടിക്കാരാണ്.